റോമൻ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക വിജയത്തിന്റെ ആധാരശില എന്നത് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ഏകീകൃത കറൻസി സംവിധാനമായിരുന്നു. അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലത്ത് പരിഷ്കരിക്കപ്പെട്ട ഈ നാണയ വ്യവസ്ഥ മെഡിറ്ററേനിയൻ ലോകത്തെ മുഴുവൻ ഒരൊറ്റ സാമ്പത്തിക കുടക്കീഴിൽ കൊണ്ടുവന്നു. സ്വർണത്തിൽ നിർമ്മിച്ച ഓറിയസ്, വെള്ളിയിൽ തീർത്ത ദിനാറിയസ്, ചെമ്പ് അലോയ് ഉപയോഗിച്ചുള്ള സെസ്റ്റർട്ടിയസ് എന്നിവ ഉൾപ്പെട്ട ഈ ത്രിതല നാണയ വ്യവസ്ഥ സാമ്രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ അടയാളമായിരുന്നു. ഓരോ നാണയത്തിലും പതിപ്പിച്ചിരുന്ന ചക്രവർത്തിയുടെ ചിത്രം സാമ്രാജ്യത്തിന്റെ വിദൂര കോണുകളിൽ പോലും ഭരണകൂടത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ സഹായിച്ചു. ഈ ഏകീകൃത നാണയ വ്യവസ്ഥ നിലവിൽ വന്നതോടെ പ്രാദേശികമായ തടസ്സങ്ങളില്ലാതെ വ്യാപാരം സുഗമമാവുകയും ഇത് റോമൻ ഖജനാവിലേക്ക് വലിയ തോതിലുള്ള നികുതി വരുമാനം ഒഴുകാൻ കാരണമാവുകയും ചെയ്തു. റോമൻ പണമിടപാട് വ്യവസ്ഥയുടെ വിജയത്തിൽ സൈനിക ശക്തിയും സാമ്പത്തിക നയങ്ങളും പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിച്ചിരുന്നു. റോമൻ സൈന്യത്തിന് കൃത്യമായി ശമ്പളം നൽകുക എന്നതായിരുന്നു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ഉത്തരവാദിത്തം. ഈ ശമ്പളം നൽകാനായി നിർമ്മിക്കപ്പെട്ട വെള്ളി നാണയങ്ങൾ സൈനികരിലൂടെ പ്രാദേശിക ചന്തകളിലെത്തുകയും അതുവഴി ഒരു വലിയ നാണയ വിപണി രൂപപ്പെടുകയും ചെയ്തു. റോം കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്ന നികുതികൾ പണമായി തന്നെ നൽകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ ആ പ്രദേശങ്ങളിലെ കർഷകരും വ്യാപാരികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് റോമൻ നാണയങ്ങൾ സമ്പാദിക്കാൻ നിർബന്ധിതരായി. ഇത് സാമ്രാജ്യത്തിലുടനീളം ഒരു മോണിറ്റൈസ്ഡ് ഇക്കണോമി അഥവാ പണാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് കാരണമായി. പണം കൈമാറ്റം ചെയ്യുന്നത് എളുപ്പമായതോടെ ദീർഘദൂര വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയും ഭരണകൂടത്തിന് നികുതി പിരിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്തു. എന്നിരുന്നാലും റോമൻ സാമ്പത്തിക വ്യവസ്ഥ കേവലം നാണയങ്ങളിൽ മാത്രം ഒതുങ്ങിനിന്നിരുന്നില്ല. ബാങ്കിംഗ് സേവനങ്ങളുടെയും ക്രെഡിറ്റ് സംവിധാനങ്ങളുടെയും ഒരു സങ്കീർണ ശൃംഖല തന്നെ റോമിൽ നിലനിന്നിരുന്നു. വലിയ തുകകൾ നേരിട്ട് കൈമാറുന്നതിനു പകരം വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലുള്ള രേഖകളും വാഗ്ദാന പത്രങ്ങളും ഉപയോഗിച്ചിരുന്നത് റോമൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. പലിശ നിരക്കുകൾ നിയന്ത്രിക്കുന്നതിനും കടക്കെണിയിലായവർക്ക് ആശ്വാസം നൽകുന്നതിനും റോമൻ നിയമസംഹിതയിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ടായിരുന്നു. ഈ നിയമപരമായ സുരക്ഷിതത്വം നിക്ഷേപകർക്കും വ്യാപാരികൾക്കും വലിയ തോതിൽ ആത്മവിശ്വാസം നൽകി. കറൻസിയുടെ മൂല്യം സുസ്ഥിരമായി നിലനിർത്താൻ ആദ്യ നൂറ്റാണ്ടുകളിൽ റോമിന് സാധിച്ചത് അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണ, വെള്ളി, ഖനികളുടെ നിയന്ത്രണം മൂലമായിരുന്നു. സ്പെയിനിലെയും മറ്റും ഖനികളിൽ നിന്ന് ലഭിച്ചിരുന്ന ലോഹങ്ങൾ നാണയ നിർമ്മാണത്തിന് ആവശ്യമായ വിഭവങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. റോമൻ പണത്തിന്റെ ചരിത്രത്തിൽ ഇൻഫ്ലേഷൻ കൈകാര്യം ചെയ്ത രീതിയും പ്രത്യേകം പഠിക്കേണ്ട ഒന്നാണ്. സാമ്രാജ്യത്തിന്റെ വികാസം നിലയ്ക്കുകയും പ്രതിരോധ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഭരണാധികാരികൾ നാണയങ്ങളിലെ വെള്ളിയുടെ അളവ് കുറയ്ക്കാൻ തുടങ്ങി. ഇത് പണത്തിന്റെ മൂല്യം ഇടിയുന്നതിനും വിലക്കയറ്റത്തിനും കാരണമായെങ്കിലും നൂറ്റാണ്ടുകളോളം ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ കറൻസിയായി തുടരാൻ റോമൻ നാണയങ്ങൾക്ക് സാധിച്ചു എന്നത് അവരുടെ സാമ്പത്തിക നയതന്ത്രത്തിന്റെ വിജയമാണ്. കേന്ദ്രീകൃതമായ ഒരു സാമ്പത്തിക നയത്തിലൂടെയും വിപുലമായ റോഡ് ശൃംഖലകളിലൂടെയും പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ച റോം ആധുനിക സാമ്പത്തിക വ്യവസ്ഥകൾക്ക് പോലും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു അടിത്തറയാണ് പടുത്തുയർത്തിയത്. പണം എന്നത് ഒരു ജനതയെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിനും ഭരണം സുഗമമാക്കുന്നതിനുമുള്ള അത്യാധുനികമായ ഒരു സാങ്കേതിക വിദ്യയാണെന്ന് റോമൻ സാമ്രാജ്യം ലോകത്തിന് കാണിച്ചുകൊടുത്തു.